അപ്പൊ ഇതാ കണ്ടില്ലേ, നോമ്പില്ല കേട്ടോ. അവർക്ക് ആർക്കും നോമ്പില്ല. കണ്ടില്ല, ചോറും മുട്ട പൊരിച്ചതും പയറും. ഇതാ കയ്യിലെടുക്ക. അച്ചു എന്നാ പയം വഴി നിന്നാ നക്കാൻ മടിയാണ്. അത്തായ കള്ളന്മാരാണ് ഒക്കെ. നിപ്പിച്ചിട്ട് തന്നെ ഹലോ ഹായ്. അപ്പോൾ ഇതാ ഞാനിവിടെ രാവിലെ മക്കൾക്ക് ചായയൊക്കെ റെഡിയാക്കി കൊടുക്കണം കേട്ടോ. അന്ന് ആരും നോമ്പ് നോറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ സ്കൂളും ഇല്ല. പിന്നെ കുട്ടികളെല്ലാവരും അടുപ്പിച്ച് നോക്കുന്ന ദിവസങ്ങളല്ല. അപ്പോൾ പിന്നെ ഇന്നൊരു ദിവസം ലീവ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോറ് പെലച്ചക്കത്തെ ചോറാണ് കേട്ടോ രാവിലെ കൊടുക്കുക. പത്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ പത്തിരി കൊടുക്കും. അപ്പോൾ ഇന്നലെ ദോശയായിരുന്നല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പത്തിരി ഇല്ല. അപ്പോൾ ഞാൻ പെലച്ചക്കത്തെ ചോറും അതുപോലെ തന്നെ ചീരൻ്റെ കറി ഉണ്ടായിരുന്നു, താളിപ്പ്, അതും പയറും, പിന്നെ പഴം പുഴുങ്ങിയതും മീനില്ലായിരുന്നു കേട്ടോ, മുട്ട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുട്ട വേണം ചൂടോടുകൂടി പൊരിച്ചിട്ട് കൊടുക്കുകയാണ്. എല്ലാം ചൂടാക്കി കണ്ട് അവർക്ക് എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പെലച്ചക്കത്തെ ചോറ് തന്നെയാണ് ഞാൻ രാവിലെ കൊടുക്കുക. പത്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ പത്തിരി കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് റെഡിയാക്കുക. അപ്പോൾ എല്ലാവരും ഓരോരുത്തർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ചുട്ടി മതിയെന്ന് പറഞ്ഞുകൊണ്ട് പഴക്കഷ്ണവും ചായയും കുടിച്ച് കണ്ടോള് പോയിട്ട് ഓൾക്ക് ചോറ് വേണ്ടാറിന്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇവർ ചോറ് തിന്നുന്നുണ്ടാ, മുട്ട പൊരിച്ചിട്ടുണ്ടാവോളും വരും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ എല്ലാവരും ചോറൊക്കെ തിന്നാണ്. അപ്പം ഇന്ന് നോമ്പില്ല, ഇന്നിവിടെ പെരുന്നാൾ തന്നെയാണ് കേട്ടോ. എനിക്കും ഇക്കാക്കും മനുവിനും മാത്രമേ നോമ്പുള്ളൂ. അപ്പോൾ ഇനി കുട്ടികൾക്ക് ചോറിപ്പണ് കൊടുത്താൽ പിന്നെ ഒരു കളിച്ചാൻ പോയൊക്കെ വന്ന് പിന്നെ ഉച്ചയ്ക്ക് കഞ്ഞി വെച്ച് കൊടുക്കണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കഞ്ഞിയാണ് വെച്ച് കൊടുത്താൽ പിന്നെ ഏതായാലും അച്ചൂട്ടി ഉണ്ടാകുമ്പോൾ പിന്നെ സ്കൂളിൽ ഉള്ള ദിവസം പിന്നെ സ്കൂളിൽ നിന്ന് ചോറുന്നും നോമ്പില്ല ഞാൻ. അപ്പോൾ പെരയിലാകുമ്പോൾ പിന്നെ കഞ്ഞിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും ചായപ്പിൻ്റെ പടയിലാണ്. പിന്നെ നമ്മൾ പണി ചെയ്താൽ നോമ്പാകുമ്പോൾ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെ എണീക്കുള്ളൂ. 8-8:30 ഒക്കെ ആകുമ്പോൾ എണീക്കുള്ളൂ കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ മദ്രസക്ക് പോയി വന്ന് ഇരിക്കുകയാണ് കേട്ടോ. ഞാനും ഇക്കും വലിയ മനുമോനെ നോക്കിക്കുന്നത് ഇവർ 4 ആളും മത്തായക്കാരന്മാരാണ്, 4 ആളും. അപ്പം ഇന്ന് പണി ഒഴിയില്ല, നോമ്പില്ലാത്ത മാതിരിയൊക്കെ നമ്മളെ തിരക്കുന്നു. ഞാൻ എവിടുക്ക കൊണ്ടേ സൈക്കിളാണ് കൊണ്ടേക്ക കണ്ടില്ല, പുറത്തിട്ടൊരു സൈക്കിളാണ് കൂടെ കൂടെ നിൽക്കുന്നുണ്ട്. ആ ഓരോ വിത്തന ഇതൊക്കെയാണ് കണ്ടില്ലേ, പോണ കണ്ടില്ല. നമുക്ക് ഈ പണേനേക്കാരെന്ന് ഒരു കഷ്ണം പഴം തിന്നടി അവിടെ ഇരിക്ക. എന്തിനാണ് ആ ഗ്ലാസ്സിലൊക്കെ പാരണ്ടേ? ചൂടാറിക്കണേ, ഞാൻ ചൂടാറ്റി വെള്ളത്തിൽ വെച്ച് ചൂടാറ്റി തന്നിട്ടുണ്ട്. ഞാൻ ചൂടാറിക്കണം ആളുവാ. ആ പഴക്കഷ്ണം നിന്നാളാ. ഈ കറി ഫുള്ളാണ് എടുത്താ, ഞാൻ ആരും ചോറൊന്നുമില്ല. എന്നാ ഈ ചീരനുള്ള കറി ഉണ്ട്. ചോറാണോ? ചോറാണ് നിനക്ക്? അപ്പം എല്ലാവരും ചോറുന്നപ്പോൾ എൻ്റെ അച്ഛനും ചോറാണെന്ന് പറഞ്ഞു. പഴം ആർക്കും വേണ്ട. ഞാൻ ഒരുക്കും വേണം വിചാരിച്ച് കണ്ട് പഴം പെരച്ചക്ക് എക്സ്ട്രാ പിങ്ങിയത് രണ്ടെന്ന്. അപ്പോൾ ഞാൻ മുളക് എടുത്തിട്ടാ കേട്ടാ. കറിയൊക്കെ ഒക്കെ കഴിഞ്ഞ് കറിയൊക്കെ എല്ലാവരും ചീരൻ്റെ എല്ലാം കറി ആകുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ആണെങ്കിൽ ആംപ്ലേറ്റ് ഞാൻ അധികം കിട്ടി ഇളക്കിയിട്ട് മുട്ട ഇളക്കിയിട്ടില്ല. അതന്നെ ആംപ്ലേറ്റ്. അതൊക്കെ ആംപ്ലേറ്റ് വേണം മക്കളെ, ഇളക്കാൻ പാടില്ല. മുട്ട ഓരോന്ന് ഇങ്ങനെ പൊട്ടിച്ചിടണം. കൈ മാറ്റ സ്പെഷ്യൽ മുട്ടകളാണ് ഗായ്സ്. ഉണ്ടാ മുട്ട 1, 2, 3 ആംപ്ലേറ്റ് കൊണ്ട് മാതിരി തന്നെ നമ്മൾ ഉണ്ടായിക്കണം കേട്ടാ. കുറച്ച് ചൂടാരാ കൈയൊന്നും പൊള്ളാതെ നിന്നോ. അപ്പം ഇതാ ഈ പാത്രങ്ങളൊക്കെ ക്ലീൻ ആക്കണം. ഇനി ഉച്ചക്ക് കഞ്ഞി ഉണ്ടാവുള്ളൂ കേട്ടാ. കഞ്ഞിയും ചമ്മന്തിയും കൂട്ടിക്കാണ് തിന്നോണ്ടി. ഫ്രൈപ്പോടെ കുത്തിറക്കണം. ഇനി ഇവിടെ ഒക്കെ അടുക്കളയിൽ പാത്രങ്ങളൊക്കെ ഒന്ന് മോറാറുണ്ട്. കണ്ടില്ല, ഈ ചായപ്പടിയും ചോറ്റുംപടിയും ഒക്കെ ഒന്ന് മോറി. അത്താഴത്തിൻ്റെ പാത്രങ്ങളൊക്കെ ഞാൻ മോറി വെച്ചതായിരുന്നു. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് മോറാനുണ്ട് എല്ലാം കേട്ടോ. എവിടക്ക പോണ്ട് കാടമുട്ട കൊടുക്കാനേ?
അപ്പൊ എന്താ ദൂരത്ത് പോകരുത്, വെയിലാകുമ്പോ പോന്ന വേണ്ടിട്ടാ. അതെ ഇന്ന് ഞായറാഴ്ച അതങ്ങനെ കടയിലേക്ക് കൊണ്ടുപോയിട്ടില്ല. അപ്പൊ മുട്ടയായിട്ട് മക്കള് പോവാണ് ഗൈസ്. നോമ്പിന് ആൾക്കാർ ചെലവ് കുറവേക്കാം. അല്ല പൊട്ടിച്ചത് വെള്ളം വെക്കണട്ടാ. വലൈക്കും അസ്സലാം. വെള്ളം വെക്കണട്ടാ. അങ്ങനെ ഇതാ കുട്ടികൾ രണ്ടാളും ആദ്യം മല്ലും കൂടിയും കാടമുട്ട വിൽക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച അതുകൊണ്ട് മുട്ടക്കടയിലേക്ക് മുട്ട കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ പിന്നെ കുറച്ച് മുട്ട അവിടെ ഉണ്ടായിരുന്നു, ഇന്ന് കൊണ്ടുപോകാനുള്ള മുട്ട. അപ്പോൾ അതും കൊണ്ട് ഞങ്ങൾ കൊണ്ടുപോയി വിറ്റോളാന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പച്ചിനോട് ഏറ്റിക്കാണ്ട് പോവുകയാണ്. രണ്ടാളും കൂടിയും രാവിലെ തന്നെ ചോറും ചായയൊക്കെ കുടിച്ചതിന് ശേഷം പോയതാണ് കേട്ടോ. അപ്പോൾ മക്കളങ്ങോട്ട് പോയതിന് ശേഷം ഇതാ ഞാനിവിടെ അകൊക്കെ ഒന്ന് അടിച്ചേരും, മുറ്റടിക്കൽ കഴിഞ്ഞിരിക്കണം കേട്ടോ. അകൊക്കെ ഒന്ന് അടിച്ചേരി തുടക്കാൻ നിൽക്കുകയാണ്. തുടക്കലും തിരുമ്പലും കഴിഞ്ഞിട്ട് അകത്ത് കയറണം. അവർക്ക് കഞ്ഞി അങ്ങോട്ട് വെക്കുള്ളൂ. കഞ്ഞി അച്ചാറോ കഞ്ഞി മാങ്ങ ചമ്മന്തി ഉണ്ട് കേട്ടോ. കഞ്ഞിൻ്റെയും മാങ്ങ ചമ്മന്തിയും കൂടിയും കൊടുക്കും. പിന്നെ മുട്ട പൊരിച്ചായ പിന്നെ വേറെ അവർക്കൊന്നും വേണ്ട കേട്ടോ. കാടമുട്ട കുറേ പൊട്ടിയതുണ്ടാവും. അപ്പോൾ അതങ്ങോട്ട് പൊരിച്ച് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഒരുങ്ങാണ്. നമ്മൾ അച്ചൂട്ടി ഇതാ സൈക്കിൾ ഉരുട്ടിക്കാണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അകത്തേക്ക് സൈക്കിൾ ഇന്ന് കേകിക്കാണ്ട് കയറ്റിയതാണ്. അപ്പം ഇനി കുറച്ച് ദിവസം അകത്ത് ഉരുട്ടും, പിന്നെ കുറച്ച് ദിവസം പുറത്ത് ഉരുട്ടും, അങ്ങനെയാണ് കേട്ടോ. പൊടി ഇങ്ങോട്ട് പാറിയിട്ട് നിറയെ ദിവസം തുടച്ചാലും തൈര് പൊടിയാണ് കേട്ടോ. അങ്ങനെ അകൊക്കെ അടിച്ചേരൽ കഴിഞ്ഞ ശേഷം തുടച്ചിട്ടില്ല കേട്ടോ. തുടക്കണതിൻ്റെ മുന്നായിട്ട് തന്നെ ഞാനിവിടെ ഇന്നലെ മെഷീനിൽ ഇട്ടിട്ടാണ്ട് കുട്ടികളുടെ ഡ്രസ്സൊക്കെ തിരുമ്പി വെച്ചിരുന്നു കേട്ടോ ഇന്നലെ വൈകുന്നേരം. അപ്പോൾ അതൊക്കെ ഉണക്കി വെച്ചതാണ്. അപ്പോൾ അതൊക്കെ പാടെ നമ്മൾ പുറത്തേക്ക് അയലുമൊക്കെ എടുത്തിടാൻ കേട്ടോ. ഫുള്ള് വിറ്റ് വന്നാ 100 ഇനി എവിടുന്ന പൈസ കിട്ടാള്? 200, 300, 400, 500, 600, 600, 650, 670, 690, 800, 700, 720, 740, 760, 750, 800, 830 ഉണ്ടോ? അടുത്ത ആഴ്ച 840. അങ്ങനെ മക്കള് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ കാടമുട്ടയൊക്കെ വിറ്റ് വന്നിക്കണുണ്ട്. 11 പെട്ടിയെന്ന് കൊണ്ടുവരുന്നത്. ആ 11 പെട്ടിയും വിറ്റിക്കണേ. കുറച്ച് ആൾക്കാർ പൈസ ഗൂഗിൾ പേ എൻ്റെ നമ്പറൊക്കെ പറഞ്ഞെടുത്ത് ഗൂഗിൾ പേ ചെയ്യിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ ഫുള്ളായിട്ട് വിറ്റ് പോകും. ഇപ്പോൾ കുറേ സ്ഥലങ്ങൾ കൊണ്ടുവന്ന് വിൽക്കലില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ സ്ഥിരമായിട്ട് വാങ്ങുന്ന ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പച്ചി വന്നിട്ട് അവർക്ക് മിഠായിക്കുള്ള പൈസ ഇപ്പച്ചി കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളിവിടെ കുറച്ച് രാവിലെ തന്നെ കുറച്ച് അലോവേരൻ്റെ സോപ്പ് കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ സെറ്റാക്കി റെഡിയാക്കി വെച്ചതായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ സോപ്പ് റെഡിയാക്കിയതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊതിഞ്ഞെടുക്കണം, ഇന്ന് വൈകുന്നേരം എത്തിക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു കവർ കൊണ്ടാണ് കേട്ടോ ഞാൻ കവർ ചെയ്തെടുക്കൽ. കവർ ചെയ്ത് എടുത്തതിന് ശേഷം സ്റ്റിക്കർ അങ്ങോട്ട് ഒട്ടിക്കലാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ആർക്കെങ്കിലും സോപ്പിനൊക്കെ ആവശ്യമുള്ള ഒരു ഹോം മെയ്ഡ് സോപ്പിനൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ സോപ്പ് കൊറിയറായിട്ട് എത്തിച്ചു തരും കേട്ടോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ 75 ഗ്രാമിൻ്റെ സോപ്പാണ്. ഞാൻ 50 രൂപക്കാണ് കേട്ടോ 75 ഗ്രാമിൻ്റെ സോപ്പ് കൊടുക്കൽ. അലോവേര ആയാലും മുൾട്ടാണിമിട്ടി ആണെങ്കിലും ക്യാരറ്റ് ബീട്രൂട്ട് ആര്യവേപ്പ് ഏതാണെങ്കിലും 50 റുപ്യാണ് കേട്ടോ. ഇത് ഇത്ര വലിപ്പമുള്ളൊരു സോപ്പിന് 75 ഗ്രാമാണ്. നമ്മളെ പേ സോപ്പിൻ്റെ അതേ വലിപ്പമാണ് കേട്ടോ ഇതുണ്ടാവുക. പേ സോപ്പിൻ്റെ ഈ വലിപ്പമുള്ള ഈ സോപ്പിനാണ് 50 രൂപ കേട്ടോ. പേസിൻ്റെ അതേ റേറ്റ് തന്നെ ഏകദേശം വരും കേട്ടോ. അപ്പോൾ 75 ഗ്രാമിൻ്റെ മോൾഡിലാണ് ഇപ്പോൾ അധികം ഉണ്ടാക്കൽ, 100 ഗ്രാം ഉണ്ടാക്കലില്ല കേട്ടോ. അപ്പോൾ കൊറിയറായിട്ടൊക്കെ നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്. ഈ റേറ്റിൽ തന്നെയാണ് കേട്ടോ കൊടുക്കുക. അപ്പോൾ സോപ്പുകളൊക്കെ ഒന്ന് പൊതിഞ്ഞെടുക്കുന്ന തിരക്കിലാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം തിരുമ്പാനും കുളിക്കാനും ഉണ്ട്. അടിച്ചേരിട്ടിട്ടുള്ളൂ, തുടക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ സോപ്പൊക്കെ പൊതിഞ്ഞ് സെറ്റാക്കി സ്റ്റിക്കറൊക്കെ ആക്കി വെച്ചതിന് ശേഷം ഞാനിവിടെ തുടക്കാനായിട്ട് ഒരുങ്ങിക്കണം കേട്ടോ. അവിടെയൊക്കെ തുടച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് മാത്രം അടുക്കളയിൽ നിന്ന് മാത്രമേ കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ശീലോണ്ട് തന്നെ നമ്മൾ തുടക്കട്ടെ. നമ്മൾ
ഇതൊന്നും എടുക്കലില്ല, കൊള്ളിയോണ്ടൊന്നല്ല കേട്ടോ. ഞാൻ തുടക്കൽ ശീലം കൊണ്ട് തന്നെയാണ് കേട്ടോ. നമ്മളകത്ത് ശീലം കൊണ്ട് തുടക്കാൻ നന്നാവുള്ളൂ കേട്ടോ. അപ്പോൾ ഒരെള്ള അകം ആയതുകൊണ്ട് തന്നെ നമ്മൾ ശീലം കൊണ്ട് നന്നായിട്ട് തുടച്ചെടുക്കുമ്പോൾ ആ ചളിയൊക്കെ പോരുള്ളൂ. എത്ര തുടച്ചാലും നന്നായിട്ട് തന്നെ ചളി ഉണ്ടാവും കേട്ടോ. കുട്ടികൾ ഇതിൽ കൂടെ മണ്ടിയിട്ട് അതിൽ കൂടെ കയറും, ചെരുപ്പ് ഇടൂല. ചെറിയ മക്കളല്ലേ, എല്ലാവരും ഒരേ പ്രായമല്ലേ. അപ്പോൾ അങ്ങനെ ദിവസം തുടച്ചാലും നല്ല ചളിയുള്ള വെള്ളം തന്നെ ആവും കേട്ടോ. അപ്പോൾ നമ്മൾ ശീലം കൊണ്ട് തുടക്കണത് നന്നാവുക. ഞാൻ ശീലം കൊണ്ട് തന്നെയാണ് കേട്ടോ എന്നും ഇങ്ങനെ തുടക്കൽ. അപ്പോൾ തുടക്കലൊക്കെ ഏകദേശമൊക്കെ ഒരു ഇതൊക്കെ കഴിയാറായിട്ട്. അപ്പോൾ ഇത് ഓരോരുത്തർ കഞ്ഞി ചോദിച്ച് വന്നിട്ടുണ്ട്. കഞ്ഞിയൊക്കെ റെഡി ആക്കണം കേട്ടോ. അങ്ങനെ എന്താ മക്കൾക്ക് എല്ലാവർക്കും കഞ്ഞി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മാങ്ങാ ചമ്മന്തി അരച്ചു കൊടുത്ത്, അതേമാതിരി തന്നെ കുറച്ച് ഉപ്പ് ചാമ്പക്ക ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ അതെടുത്തിട്ട് ഉപ്പും മുളകും ഇട്ടുകാണ്ട് അതും അച്ചാറാക്കി കാണ്ട് അതും കൂട്ടിക്കാണുണ്ട് കഞ്ഞി കുടിക്കുന്നത്. അപ്പോൾ ഇനി കഞ്ഞിയാണ് കുടിച്ചാൽ പിന്നെ ഇനി എത്തുണ്ടാവും, ഇനി വൈകുന്നേരം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ളായിട്ട് തന്നെ എല്ലാവർക്കും കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ചത്തെ സ്പെഷ്യൽ വീഡിയോ ആണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ആക്കുക. അടുത്തൊരു നോമ്പ് തുറയുടെ വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. ബൈ.